സമ്മേളനത്തിന്റെ ആധികാരിക പണ്ഡിത സഭയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ശരിയല്ലേ? മുന്നിക്കല്ലേ? വിദ്യാർത്ഥികൾ അച്ചടക്കത്തോടുകൂടെ നിങ്ങളോട് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അണിനിരന്ന മഹത്തായ നിമിഷങ്ങളാണ് ഇതാ. അല്ലാഹു അക്ബർ, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ولإقامة هذا الدرس ولإقامة هذه المقام يا رب العالمين. اللهم بارك لنا ولأساتذتنا ولمن معنا يا رب العالمين. اللهم وجهنا إلى الخير، اللهم وجه الخير إلينا يا رب العالمين. اللهم ما قضيت لنا من أمر جل في جميع المسلمين والمسلمات. اللهم ثبت أعمالنا، اللهم وسع أرزاقنا، اللهم اشفي من زمان إلى آخر الأيام يا رب العالمين. فلا تقبل منا دعانا إنك أنت السميع العليم. ഞാൻ ജാമ്യയിൽ ചെന്നു തുടങ്ങിയതാണ്. ഇതിന് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാ സന്തോഷപൂർവ്വം അല്ലാഹു തആല ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇതനുസരിച്ച് എല്ലാ നിലയിലുള്ള ഫലവത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ ദർസുകൾ, നമ്മുടെ തദ്രീസുകൾ, നമ്മുടെ തഅലീമുകൾ, നമ്മുടെ എല്ലാ നിലയിലുള്ള ഉയർന്ന നിലക്കുള്ള പരിപാടികളും കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് ഏറ്റവും ബഹുമാനത്തോടെ സംവദിക്കാനും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കാര്യത്തിന് വേണ്ടി കോഴിക്കോട് കാലി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. സ്വാഭാവികമായി ഏറെ ബന്ധം നടത്തുന്ന അഭിനന്ദനായ നേതാക്കളുടെ പ്രിയ സഹോദരന്മാർ, തങ്ങളുടെ ആണ്ടിനോടനുബന്ധിച്ച് കരുതൂർ പാപ്പ നടത്തി വരുന്ന വിപുലമായ ആദരവും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്നുണ്ട് പറയുക, ഇതൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ ഇന്ത്യയുടെ സുൽത്താനാണ് മഹാരാജ്യത്തിൻ്റെ സ്വാലിഹ്യങ്ങൾ ആരിഫികളോടൊക്കെ ഇഷ്ടം വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈമാൻ്റെ സലാമത്തിന് അനിവാര്യമായിട്ടുള്ളത്. അതുതന്നെയാണ് മഹാനായ ചിസ്തി തങ്ങളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരെ ഉറൂസ് ആണ്ടൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുകയും അവരെ മദഹ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ മഹാന്മാരുള്ള സ്നേഹങ്ങളാണ് പാപ്പയുടെയും നമ്മൾ എടുത്തിട്ടുള്ളത്. ചിസ്തി തങ്ങളോട് ബന്ധം പുലർത്തി എന്നുള്ളത് കൊണ്ടാണല്ലോ പാപ്പയെ നമുക്ക് സ്നേഹിക്കുന്നത്. ഇങ്ങനെ മഹാന്മാരെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക എന്നുള്ളത് ഇതിനോട് ഒരുമിച്ച് കൂടിയ ഒരുപാട് അതുകൊണ്ടൊക്കെ ഇതൊക്കെ നിലനിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈമാൻ സ്ഥിരപ്പെടുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്കറിയാം അതില്ലാത്തവരിലാണ് വിശ്വാസ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുന്നത്, ആദർശ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്. ഇത്യാദി വിശ്വാസങ്ങൾ ആദരവും ബഹുമാനവും ഇല്ലാത്തതിൻ്റെ പേരാണ്. അപ്പോൾ നമ്മൾ ആദരിക്കാൻ പറഞ്ഞാൽ ആദരിക്കുകയും ബഹുമാനിക്കാൻ പറഞ്ഞാൽ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് അതാണ് നമ്മുടെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊക്കെ അദ്ദേഹം നടത്തുന്ന ഇത്തരം ആത്മീയ മജ്‌ലിസുകളും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഒരു ദീനീ ദഅവത്തായി പടച്ചറപ്പ് കബൂൽ ചെയ്ത് അദ്ദേഹത്തിന് ഉത്തമമായ പ്രതിഫലവും ദീർഘായുസ്സും പ്രദാനം ചെയ്യണം. എൻ്റെ മുമ്പിൽ കാണുന്ന പല മുഖങ്ങളും വളരെ വർഷങ്ങളായി ഞാനിവിടെ പങ്കെടുക്കുമ്പോൾ കാണുന്ന മുഖങ്ങൾ തന്നെയാണ്.
എത്രയോ വർഷമായി ഇവിടുത്തെ ഉറൂസ് മുബാറക്കിൽ ഒരു വർഷവും ഒഴിയാതെ പങ്കെടുത്ത ഒരനുഭവമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഈ വർഷവും ഉസ്താദിന്റെ ക്ഷണപ്രകാരം ഇതിൽ സംബന്ധിക്കുവാനും നിങ്ങൾ അഭിസംബോധന ചെയ്യുവാനും തൗഫീഖ് ചെയ്ത അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഉറക്കുച്ചിരിച്ചു ഭരിക്കുന്ന സജ്ജനങ്ങളിൽ നാം എവരെയും അല്ലാഹു അസ്സലാമു അലൈക്കും. അഭിമാനഭാജനം സുന്നി യുവജന സംഘത്തിന്റെ കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു നഗരമാണ്. നമുക്കറിയാം, ഒരു മഹാനെ കൊണ്ടാണ് പല നഗരങ്ങളും പ്രസിദ്ധമാകുന്നത്. ഔസുൽ ആദമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഖുതുബിയത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മഹാനവർകൾ സൂചിപ്പിച്ച കാര്യം സദഖത്തുല്ലാഹി കാഹരി തങ്ങളുടെ വരിയിൽ കാണാൻ കഴിയും. ജനന മരണം കൊണ്ട് 2 നഗരങ്ങൾ പ്രസിദ്ധമായതിന്റെ ഒരു സൂചന നമ്മളൊക്കെ ഖുതുബിയത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയും. ശറഫ്ത ജീലാന ബിൽ മീലാദി സാകിനഹു അല്ലംത ബിൽ ഖബ്രി ബഗ്ദാദൻ നമാകിനഹു. ശറഫ്ത ജീലാന, ജീലാനെ താങ്കൾ ശ്രേഷ്ഠമാക്കിയെന്നാണ്. ജിലാൻ എന്ന് പറയുന്ന കൈലാൻ, ജിലാൻ എന്ന് പറയുന്ന ആ സ്ഥലത്തെ ലോകപ്രസിദ്ധമാക്കിയത് ഔസുൽ ആദമിന്റെ ജനനം കൊണ്ടാണ്. അല്ലംത ബിൽ ഖബ്രി ബഗ്ദാദൻ നമാകിനഹു. അന്ത്യവിശ്രമം കൊള്ളുന്ന ബഗ്ദാദ് പ്രസിദ്ധമായത് ബഹുമാനപ്പെട്ടവർ അവിടെ മറവിട്ട് കിടക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു മഹാനെ കൊണ്ട് 2 നഗരങ്ങൾ അറിയപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങൾ ഖുതുബിയത്തിൽ സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട്, അഥവാ ഖാജ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്, ആ മഹാന്റെ നാമം കൊണ്ട് പ്രസിദ്ധമാണ്. ഇന്ന് ഈ കാരത്തൂർ പ്രദേശം കാരത്തൂർ അജ്മീർ ഉറൂസ് കൊണ്ട് തന്നെ പ്രസിദ്ധമാണ്. കാരത്തൂർ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക അജ്മീർ ഉറൂസ് എന്നാണ്. മറ്റു പല പരിപാടികളെ പോലെ ഒരു സംസ്ഥാന സമ്മേളനം പോലെ പല സ്ഥലത്ത് ചെന്നാലും ഇതിന്റെ പോസ്റ്ററുകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ നന്നായി റിപ്പോർട്ട് ചെയ്യുന്ന കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു സംഘാടക മികവ് ശരിക്കും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഈ രീതിയിൽ അറിയപ്പെടാൻ കാരണമായ ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ രാജസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൽ അതിന്റെ തലസ്ഥാനമായ ജയ്പൂരിന്റെ ഏതാണ്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമം ഒരു മഹാനെ കൊണ്ട് വളർന്ന് പന്തലിച്ച് ഏറ്റവും പ്രസിദ്ധമായി. താരാഗഡ് പർവ്വതനിര എന്ന് പറയും. മാപ്പ് നോക്കിയാൽ കാണാം, താരാഗഡ് പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് അജ്മീർ എന്ന് പറയുന്ന ഒരു പ്രദേശം. ഒരു വരണ്ട പ്രദേശമാണ് സത്യത്തിൽ. വെള്ളം കിട്ടാൻ പോലും പ്രയാസമുള്ളൊരു വരണ്ട പ്രദേശം ഇന്ന് പച്ച പിടിച്ച് മനുഷ്യന്റെ മനസ്സിൽ നിൽക്കുന്നത് ആത്മീയതയുടെ പച്ചപ്പ് കൊണ്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ചരിത്രം പറയുന്നുണ്ട്, രജപുത്ര രാജാക്കന്മാരിൽപ്പെട്ട അജയ് ചൗഹാനാണ് ആ നഗരം ശരിക്കും അങ്ങനെ ഒരു നഗരമാക്കി ആദ്യം പടുത്തുയർത്തി കൊണ്ടുവന്നത്. ഏതൊരു നഗരത്തിനും അതിൻ്റെതായ ഒരു ചരിത്രം, അതിന്റെ പശ്ചാത്തലം മുഴുവൻ ഉണ്ടായിരിക്കും. അക്ബർ ചക്രവർത്തി മേവാറിലെ റാണ ഉദയസിംഗുമായി യുദ്ധം നടത്തി. ആ യുദ്ധത്തിൽ അദ്ദേഹം വിജയിച്ചു. ആ യുദ്ധത്തിൽ അദ്ദേഹം വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമുള്ളതാണ്. ആ സന്തോഷത്തിന്റെ ഭാഗമായി അക്ബർ ചക്രവർത്തി തന്റെ വിജയത്തിന്റെ ഒരു ഉപകാരം അല്ലെങ്കിൽ ഒരു ഗുണം എന്ന രീതിയിൽ ഒരു വലിയ വെങ്കലം അവിടെ കഞ്ഞി വെച്ചു കൊടുക്കാൻ വേണ്ടി നൽകിയെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. പാത്രത്തിൽ കഞ്ഞി വെച്ചു കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ആദ്യമായി പാത്രം നൽകിയത് അക്ബറാണ്. അക്ബർ ചക്രവർത്തിയുടെ ഒരു യുദ്ധ വിജയത്തിന്റെ നന്ദിയായിട്ടാണ് അദ്ദേഹം അത് ചെയ്തു കൊടുത്തത്. 1911 ഇംഗ്ലണ്ടിലെ രാജ്ഞി പോലും അവിടെ സന്ദർശിച്ചു. ഇംഗ്ലണ്ടിലെ രാജ്ഞിയൊക്കെ അന്നൊരു പ്രദേശം, ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു ടൗൺ സന്ദർശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. 5000 ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാനും പാകം ചെയ്യാനുമുള്ള പാത്രമടക്കമുള്ള സംവിധാനം ചെയ്തു കൊടുത്തത് ജഹാംഗീർ എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് പ്രഗത്ഭരായ ഭരണാധികാരികൾക്ക് പോലും അജ്മീരിനോട് വല്ലാത്തൊരു താല്പര്യമായിരുന്നു, ഹാജിയോട് വല്ലാത്തൊരു കടപ്പാടായിരുന്നു. അവരുടെ യുദ്ധവിജയങ്ങൾക്കൊക്കെ അദ്ദേഹം അനുഗ്രഹം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളിൽപ്പെട്ട ആളായിരുന്നു ഈ ജഹാംഗീറും അതുപോലെ തന്നെ ഷാജഹാനെ പോലുള്ള ആളുകൾ. ചെയ്യുന്ന ഈ പ്രത്യേക ഗുണങ്ങൾ, അവരിൽ നിന്ന് ലഭ്യമാകുന്ന പ്രത്യേക സവിശേഷമായ നേട്ടങ്ങൾ, അത് നേടിയെടുത്ത ആളുകൾ അവിടേക്ക് എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറായിരുന്നു. ഇന്ത്യക്ക് വലിയ വലിയ സ്മാരകങ്ങൾ നൽകിയവരാണ് ബഹുമാനപ്പെട്ട ഭരണാധികാരികളായ മുസ്ലിങ്ങൾ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇപ്പൊ അത്തരം സ്മാരകങ്ങളെ കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്ന സമയമാണ്. ആരോപണങ്ങളും അതുപോലെ തന്നെ കഥകളും കൊണ്ടുവന്നുകൊണ്ട് പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ സദസ്സിൽ കുറച്ച് വിദ്യാർത്ഥികളും കൂടി ഉണ്ട്, അവരും ഉള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. നമ്മുടെ സാംസ്കാരിക ചിഹ്നങ്ങളെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ചരിത്രത്തെ പോലും മറികടന്നുകൊണ്ട് ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കണം, ചരിത്രം തലതിരിച്ചെഴുതുകയാണ്. ഇല്ലാത്ത ചരിത്രം സമൂഹത്തെ പഠിപ്പിക്കുകയാണ്.
അങ്ങനെ മഹാന്മാർ ഇവിടെ നിർമ്മിച്ച ഇന്ത്യയുടെ സാംസ്കാരിക ചിഹ്നങ്ങളെ പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് കുത്തബ് മിനാർ. ആദ്യമായി ഇന്ത്യയിൽ കുത്തബ് മിനാറിനെ കുറിച്ചാണ്, അത് വിഷ്ണു ധ്വജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ഷേത്രത്തിന്റെ ഭാഗമായിരുന്നു, അത് പിടിച്ചടക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ആരോപണം വന്നത്. സത്യത്തിൽ കുത്തബ് മിനാർ എന്ന് പറയുന്ന ഒന്ന് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതല്ല. അത് ഖുത്ബുദ്ദീൻ ഐബക്ക് പണി തുടങ്ങിയ ഇന്ത്യ മഹാരാജ്യത്തെ ഡൽഹിക്കടുത്തുള്ള മെഹ്റോളിലുള്ള ഒരു പ്രധാനപ്പെട്ട പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു മിനാരമാണ്. ആ മിനാരം വളരെ മനോഹരമായി അദ്ദേഹം നിർമ്മിച്ചു തുടങ്ങി, പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 72.54 മീറ്റർ ഉയരവും 5 നിലയും 379 പടികളുമുള്ള ഒരു വലിയ സൗധം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൗധം. ഇപ്പൊ നമ്മൾ ബുർജ് ഖലീഫയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന കാലത്ത് ഈ സൗധം ഒരു പക്ഷേ അത്രയൊന്നും നമുക്ക് പ്രാധാന്യത്തോടെ തോന്നുകയില്ലെങ്കിലും ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗധമാണ്. 1206 ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടം. വർഷത്തിലാണ് നമ്മൾ നടത്തുന്നത്. ഇവിടെ 2025 മുമ്പ് 1206 ഒന്ന് തിരിച്ചു പോയി നോക്കൂ, കൊല്ലം എത്രയായി? ആ കൊല്ലത്തിൽ അത് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അത്രമാത്രം ഉയരമുള്ള 5 നിലകളും 379 പടികളും. ഖുത്ബുദ്ദീൻ ഐബക്കാണ് അതിന് തുടക്കം കുറിച്ചത്. അത് പൂർത്തിയാക്കിയത് ശംസുദ്ദീൻ ഉൽത്തുമിഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിന്നീട് വന്ന ഭരണാധികാരിയാണ്. ശംസുദ്ദീൻ ഉൽത്തുമിഷാണ് അത് പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ ഖുവ്വത്തുൽ ഇസ്ലാം പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ മെഹ്റോളിൽ. ഡൽഹിയിൽ പോയി നോക്കി കാണും. മെഹ്റോളിലെ ഖുവ്വത്തുൽ ഇസ്ലാം പള്ളി, ആ പള്ളി കോമ്പൗണ്ടിലാണ് ഈ മിനാര നിർമ്മിച്ചുള്ളത്. മനോഹരമായ ഒരു സൗധം. അത് ഇന്ത്യക്ക് ഏറ്റവും വലിയ അഭിമാനകരമായ ഒന്നാണ്. വിദേശത്ത് നിന്ന് ആളുകൾ പോലും അവിടെ വന്നത് കാണുന്നു. ആ രീതിയിൽ അത് പടുത്തുയർത്തിയത് തുർക്കി വംശജനായ ഈ ഖുത്ബുദ്ദീൻ ഐബക്കാണ്. പ്രിയപ്പെട്ട മുരീദായ ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെയും ഏറെ ബഹുമാനിച്ചിരുന്ന വ്യക്തിയെ ഖുത്ബുദ്ദീൻ ഐബക്കിനെ കുറിച്ച് പറയുമ്പോൾ